പഠിച്ച അത് ചോദിക്കാനാണ് സാർ ഈ പാതിരാത്രി ഇങ്ങോട്ട് വിളിച്ചത്. എടാ പോലെ പഠിച്ചെങ്കിൽ പഠിച്ചെന്ന് പറ. പഠിച്ചു 3 തവണ റിവിഷൻ കഴിഞ്ഞു. ഇനി പഠിക്കാൻ ഇവിടെ ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊച്ചിന്റെ മലയാള പാഠാവലി പഠിക്കാൻ പോകും. എക്സാം സമയത്ത് കുട്ടികളിൽ കാണുന്ന ഒരു പ്രതിഭാസമാണല്ലേ ഇത് ഒഴിവാക്കാൻ നമുക്ക് 4 ടിപ്സ് നോക്കിയാലോ? ചോദ്യം ഇതാണ്: തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കുവാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമേത്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, കേൾക്കാൻ താല്പര്യമുണ്ടോ നിനക്ക്? ഒന്ന് ഇറങ്ങി വന്നാണ്ടാ വെളിയിലോട്ട്. സൂപ്പറാണ് വീഡിയോ. രണ്ടാമത്തെ പോയിന്റ്, ഇതുപോലുള്ള ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ്. പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും മൊബൈൽ ഫോൺ നിങ്ങൾ അടുത്തുനിന്ന് മാറ്റി നിർത്തുക. ഇല്ലെങ്കിൽ മെസ്സേജുകളോ അല്ലെങ്കിൽ കോളുകളോ ഒക്കെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇടത്തു നിന്ന് 4ാമത്തെ ഷെൽഫിൽ. ഇടത്തു 4 1 2 3 4. എന്റെ അടുത്തുനിന്ന് ഞാൻ എണ്ണിപ്പോ അതല്ലേ 4. എന്റെ അടുത്തുനിന്ന് ഞാൻ എണ്ണിപ്പോ അതല്ലേ 4. പഠിക്കുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കുക. എന്നാൽ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും.